प्यारे बच्चों, आदाब। आज हम चलते हैं एक नए सबक की तरफ। सबक का नाम है शिकायत। ये एक आज़ाद नज़्म है। क्या है ये आज़ाद नज़्म? आज़ाद नज़्म वो है जिसमें काफ़िया और रदीफ़ की पाबंदी नहीं होती है और उसके अरकाने बहर कम या ज़्यादा होते हैं, जिसकी वजह से उसके मिसरे छोटे बड़े हो सकते हैं। നമുക്ക് പഠിക്കാനുള്ള പുതിയ പാഠം ഷിക്കായത്ത് എന്ന ആസാദ് നസ്മാണ്. എന്താണ് ഈ ആസാദ് നസ്മ്? റദീഫ്, ഖാഫിയ, ബഹർ എന്നിവയുടെ നിബന്ധനകൾ പാലിക്കപ്പെടാതെ എഴുതപ്പെടുന്ന കവിതകളാണ് അല്ലെങ്കിൽ കവിതകളെയാണ് ആസാദ് നസ്മ് എന്ന് പറയുന്നത്. റദീഫ്, ഖാഫിയ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? റദീഫ് വരികളുടെ അവസാനം വരുന്ന ഒരേ വാക്കുകളാണ് റദീഫ്. അതിന് അല്ലേ റൈമിംഗ് വേർഡ്സാണ്, വരികളുടെ അവസാനത്തിൽ വരുന്ന റൈമിംഗ് വേർഡ്സാണ് ഖാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ കവിതകളിലൊക്കെ ഈ റദീഫ്, ഖാഫിയ ഇതൊക്കെ നിബന്ധനകൾ ഇതൊക്കെ അവസാനം പാലിച്ചുകൊണ്ടായിരിക്കും എഴുതപ്പെടുന്നത്. അതുപോലെ ഒന്നാണ് ബഹർ. ബഹർ എന്ന് പറയുന്നത് വൃത്തമാണ്, ഇംഗ്ലീഷിൽ മീറ്റർ എന്ന് പറയും. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആദ്മീനാമ, റുബായി, താജ്മഹൽ, ഗസൽ ഇതൊക്കെ അവയുടെ വരികൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊക്കെ കൃത്യമായ ഒരു ബഹറിലാണ്, ഒരു വൃത്തത്തിൽ എഴുതപ്പെട്ട കവിതകളാണ്. ആ വരികളുടെ ലെങ്ത്ത് നമുക്കറിയാം, അതിൻ്റെ വാക്കുകളൊക്കെ കൃത്യമായൊരു അളവിൽ എഴുതപ്പെട്ടതാണ് മുഴുവൻ വരികളും. അപ്പോൾ ഈ റദീഫ്, ഖാഫിയ, ബഹർ ഈ നിബന്ധനകളൊന്നും പാലിക്കപ്പെടാതെ എഴുതപ്പെടുന്ന കവിതകളെയാണ് നമ്മൾ ആസാദ് നസ്മ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ ഗദ്യ കവിത എന്നൊക്കെ പറയും. സ്വതന്ത്ര കവിത അല്ലെങ്കിൽ ഗദ്യ കവിത എന്നൊക്കെയാണ് പറയുന്നത്. ഉർദു ആസാദ് നസ്म निगारों में निदा फाज़ली बहुत मशहूर है. उनकी पैदाइश 1938 को दिल्ली में हुई. ज़िंदगी की छोटी छोटी हकीकतों को उन्होंने अपनी शायरी का मौजू बनाया. उनकी शायरी की ज़ुबान आम फहम और आसान है. 2016 में उनका इंतकाल हुआ. ഉറുദുവിലെ ആസാദ് നസ്മ് കവികളിൽ പ്രമുഖനാണ് നിദ ഫാസിലി. 1938 അദ്ദേഹം ജനിച്ചത്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെയാണ് അദ്ദേഹം തൻ്റെ കവിതകൾക്ക് വിഷയമായി തിരഞ്ഞെടുത്തിരുന്നത്. ലളിതമായ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു പ്രത്യേകത. 2016 നിദ ഫാസിലി ഈ ലോകത്തോട് വിട പറഞ്ഞു. आइए अब हम देखें कि नज़्म शिकायत में निदा फाज़ली क्या क्या कहते हैं. एक शिकायत के जवाब की शक्ल में यह नज़्म लिखी गई है. शिकायत. शिकायत का माना क्या है? എന്താണ് ഷിക്കായത്തിൻ്റെ അർത്ഥം? പരാതിയാണ്, കംപ്ലൈൻറ്റ്. അപ്പോൾ നിദ ഫാസിലിയോട്, കവിയോട് ആരോ ഒരു പരാതി പറയുകയും ആ പരാതിക്കുള്ള മറുപടി എന്ന രീതിയിലാണ് നിദ ഫാസിലി ഈ കവിത രചിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത്. शिकायत. तुम्हारी शिकायत बजा है, मगर तुमसे पहले भी दुनिया यही थी, यही आज भी है, यही कल भी होगी. तुम्हारी शिकायत बजा है. നിങ്ങളുടെ പരാതി ശരിയാണ്. അതായത് പരാതി പറയുന്ന ആളോട് നിദ ഫാസിലി പറയുകയാണ്, നിങ്ങളുടെ പരാതി തികച്ചും ശരിയാണ്. മഗർ തുംസെ പെഹ്ലെ ഭി ദുനിയ യഹി ഥി.
പക്ഷേ നിങ്ങൾക്ക് മുമ്പേയും ലോകം ഇങ്ങനെ ആയിരുന്നു. യഹി ആജ് ഭി ഹേ, ഇപ്പോഴും ഇങ്ങനെയാണ്. യഹി കൽ ഭി ഹോഗി, ഇനി നാളെയും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഊഹിക്കാം എന്താണ് ഈ ലോകത്തെക്കുറിച്ചായിരിക്കും ഈ പരാതി പറയുന്നയാൾ കവിയോട് പരാതി പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. देखिए, तुम्हें भी इसी ईंट पत्थर की दुनिया में पल पल बिखरना है, जीना है, मरना है. तुम्हें भी इसी ईंट पत्थर की दुनिया में पल पल बिखरना है. നിങ്ങൾക്കും ഇതേ ഈൻട്ട് പത്ഥർ കി ദുനിയ, ഈൻട്ട് ഇഷ്ടികയാണ്, പത്ഥർ കല്ലാണ്. ഈൻട്ട് പത്ഥർ കി ദുനിയ, ഇഷ്ടികയും കല്ലുമുള്ള ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയും കല്ലും മുള്ളും നിറഞ്ഞ ലോകം എന്ന് പറയാറില്ലേ, അതേ അർത്ഥം തന്നെയാണ്. കഠിനമായ ലോകം, ജീവിതത്തിലെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. തുമേ ഭി ഇസി ഈൻട്ട് പത്ഥർ കി ദുനിയാമേ പൽ പൽ ബിഖർനാ ഹേ, നിങ്ങൾക്കും ഈ കല്ലും മുള്ളും നിറഞ്ഞ ലോകത്തിലാണ് കഴിയേണ്ടത്, അനുനിമിഷം കഴിയേണ്ടത്. ജീനാ ഹേ മർനാ ഹേ, ജീവിക്കേണ്ടതും മരിക്കേണ്ടതും ഇതേ കല്ലും മുള്ളും നിറഞ്ഞ ലോകത്താണ് നിങ്ങൾക്ക് കഴിയേണ്ടതും നിങ്ങൾക്ക് ജീവിക്കേണ്ടതും മരിക്കേണ്ടതും. बदलते हुए मौसमों की ये दुनिया कभी गर्म होगी, कभी सर्द होगी, कभी बादलों में नहाएगी धरती. बदलते हुए मौसमों की ये दुनिया, മാറിക്കൊണ്ടിരിക്കുന്ന ഋതുക്കളുള്ള ഈ ലോകം, കഭി ഗരം ഹോഗി, ചിലപ്പോൾ ചൂടുള്ളതായിരിക്കും, കഭി സർദ് ഹോഗി, ചിലപ്പോൾ തണുപ്പുള്ളതാകും, കഭി ബാദലോമേ നഹായകി ധർത്തി, ചിലപ്പോൾ മേഘങ്ങളാൽ കുളിക്കപ്പെടും അല്ലെങ്കിൽ മേഘങ്ങളാൽ നനയപ്പെടും ഈ ഭൂമി. കഭി ദൂർ തക് ഗർദ് ഹി ഗർദ് ഹോഗി, ചിലപ്പോൾ അകലത്തോളം പൊടിപടലങ്ങളായിരിക്കും. അത് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്, ലോകത്ത് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. ഋതുക്കൾ മാറി മാറി വരുന്ന ലോകമാണ് നമ്മുടേത് അല്ലേ. ചിലപ്പോൾ കൊടും തണുപ്പായിരിക്കും, ചിലപ്പോൾ വലിയ ചൂടായിരിക്കും, ചിലപ്പോൾ കൊടും മഴയായിരിക്കും, ചിലപ്പോൾ പൊടിപടലങ്ങളൊക്കെ നിറഞ്ഞ ഒരു കാലാവസ്ഥയായിരിക്കും അല്ലേ. അതാണ് ഫഖത് एक तुम ही नहीं हो, यहाँ जो भी अच्छी तरह सोचता है. ഫഖത് ഏക് തും ഹി നഹി ഹോ, ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല. ഏക് തും ഹി നഹി ഹോ, യഹാ ജോ ഭി അച്ചി തര സോച്താ ഹേ, ജമാനെ കി നൈറംഗിയോ സെ ഖഫാ ഹേ. ഇവിടെ ജോ ഭി അച്ചി തര സോച്താ ഹേ, ആരൊക്കെയാണോ നന്നായി ചിന്തിക്കുന്നത്, നല്ല രീതിയിൽ ചിന്തിക്കുന്നത്, ജമാനയ്ക്ക് നൈറംഗിയോ സെ ഖഫാ ഹേ, ഈ കാലത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വൈവിധ്യങ്ങളിൽ അവർ രോഷാകുലരാണ്, അവർ എന്താണ് പ്രയാസപ്പെടുന്നുണ്ട്, അവരും രോഷാകുലരാണ്. യഹാ ജോ ഭി അച്ചി തര സോച്താ ഹേ ജമാനയ്ക്ക് നൈറംഗിയോ സെ ഖഫാ ഹേ, നന്നായി ചിന്തിക്കുന്നവരൊക്കെ തന്നെ ഈ ലോകത്തിൻ്റെ വൈവിധ്യങ്ങളാൽ രോഷം പൂണ്ടവരാണ്. ഹർ ഏക് ജിന്ദഗി ഏക് നയാ തജ്റുബ ഹേ, ഓരോ ജീവിതവും ഓരോ അനുഭവമാണ്. ഹർ ഏക് ജിന്ദഗി ഏക് നയാ തജ്റുബ, തജ്റുബ അനുഭവമാണ്. ഹർ ഏക് ജിന്ദഗി ഏക് നയാ തജ്റുബ ഹേ, മഗർ ജബ് തക് യെ ശികായത്ത് ഹേ ജിന്ദാ, യെ സംജോ ജമീൻ പർ മൊഹബ്ബത്ത് ഹേ ജിന്ദാ. പക്ഷേ മഗർ ജബ് തലക്, തലക് का मतलब है तक, जब तलक ये शिकायत है जिंदा, പക്ഷേ ഈ പരാതി ഉള്ളിടത്തോളം കാലം, യെ സംജോ ജമീൻ പർ മൊഹബ്ബത്ത് ഹേ ജിന്ദ, ലോകത്ത് സ്നേഹം ഉണ്ടായിരിക്കും, സ്നേഹം എന്നും നിലനിൽക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. शायर से किसी ने शिकायत की है कि ये दुनिया बहुत सख्त है, दुनिया में इंसान को कई मुश्किलात का सामना करना पड़ता है.
बदलते हुए मौसम भी इंसान के सामने कई परेशानियां खड़ा कर देता है। शायर इसका जवाब देता है कि दुनिया हमेशा ऐसी ही रही है, लेकिन ये भी सच है कि जिसको भी दुनिया से शिकायत है उसको हकीकत में दुनिया से मोहब्बत है। എന്താണ് ഈ ഷിക്കായത്ത് എന്ന കവിതയിലൂടെ നിദാ ഫാസിലി ഉദ്ദേശിക്കുന്നത്? കവിയോട് ആരോ ഇങ്ങനെ പരാതി പറയാണ് ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച്, കാലാവസ്ഥയിലെ വൈവിധ്യങ്ങളെക്കുറിച്ച്, ലോകത്ത് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, അല്ലേ? ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചു പോവുകയാണ്, എന്താണ് ഇങ്ങനെ, ഈ ലോകം എന്താണ് ഇങ്ങനെ? അതിന് മറുപടിയായിട്ടാണ് നിദാ ഫാസിലി ഈ കവിതയിലൂടെ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. എന്താണ്? ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ്, മുമ്പും ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ കഠിനമായ ലോകത്ത്, ആ ലോകത്തെ മാറ്റിമറിക്കാനാണ്, ഈ കഠിനമായ ലോകത്ത് നല്ല രീതിയിൽ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ശ്രമത്തിലൂടെ ഈ കഠിനതകളെല്ലാം തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഈ ഒരു സന്ദേശമാണ് നിദാ ഫാസിലി ഈ ഒരു കവിതയിലൂടെ തരുന്നത്, അല്ലേ? അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ്? ഈ പരാതി ഉള്ളിടത്തോളം നമുക്ക് ലോകത്ത് സ്നേഹമുണ്ടെന്ന് അനുമാനിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം, അല്ലേ? നമുക്ക് എന്തിനോടാണോ ഇഷ്ടം കൂടുതൽ അവിടെയാണ് പരാതി ഉണ്ടാവുക, അല്ലേ? സാധാരണ നമ്മൾ അല്ലേ രക്ഷിതാക്കൾ കുട്ടികളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോഴാണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പരാതി വരുന്നത്? അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പരാതി ഉള്ളിടത്ത് സ്നേഹമുണ്ടാകും എന്നും അദ്ദേഹം കവിതയിൽ പറഞ്ഞു വെക്കുന്നു. अब आपके लिए सरगर्मियां है। सवाल नंबर 1, इस नज़्म में शायर ने ज़िंदगी से मुताल्लिक़ कई शिकायतें की है, इस पर आपके ख़यालात पेश कीजिए। इस नज़्म में शायर ने ഈ കവിതയിൽ കവി ജിന്ദഗി സെ മുതഅല്ലിഖ് കൈ ശിക്കായത്തെ കി ഹേ, ജീവിതത്തെക്കുറിച്ച് ചില പരാതികൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഇസ് പർ ആപ്കെ ഖയാലാത്ത് പേഷ് കീജിയേ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ പ്രകടിപ്പിക്കുക, എഴുതുക. സവാൽ നമ്പർ 2, आजकल मौसम तब्दील होते जा रहे हैं, इसकी क्या वजूहात है, बहस करके नोट तैयार कीजिए. ആജ്കൽ മോസം തബ്ദീൽ ഹോത്തെ ജാ രഹേ ഹേ, അല്ലേ? ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം ഈ കാലാവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്കി ക്യാ വജൂഹാത്ത് ഹേ, ഇതിന് എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടായിരിക്കും. ബഹസ് കർക്കെ നോട്ട് തയ്യാർ കീജിയെ, ചർച്ച ചെയ്ത് ഒരു നോട്ട് തയ്യാറാക്കുക. सवाल नंबर 3, आपके पसंदीदा मौसम पर अपने तजुर्बात बयान कीजिए. आपके पसंदीदा मौसम, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഋതുവിനെ കുറിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥയെക്കുറിച്ച്, അല്ലെ? പലതരം കാലാവസ്ഥയുണ്ട്, മഴക്കാലമുണ്ട്, വേനൽക്കാലം, തണുപ്പ് കാലം, അങ്ങനെ പലതരം കാലാവസ്ഥയുണ്ട്, അല്ലേ? ആപ്കെ പസന്ദീദ മോസം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാലാവസ്ഥയെക്കുറിച്ച്. പർ അപ്നെ തജ്റുബാത്ത്, നിങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുക, ബയാൻ കീജിയെ. फिर मिलेंगे एक नए क्लास के साथ, तब तक के लिए शुक्रिया.